എത്ര ദിവസമായില്ലേ ഒന്ന് ജേണലൊക്കെ ചെയ്തിട്ട്. അപ്പം ആ ബുക്കിൻ്റെ പൊടിയൊക്കെ തട്ടി ഒന്ന് എടുത്തുകൊണ്ട് പോന്നു. ഫസ്റ്റ് വരച്ചെടുക്കുന്ന ഒരു ഭൂതത്തിനെയാണ്. ആ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, എന്തൊരു ചൈതന്യം! ഇതിനെ കാണുമ്പോഴായിരുന്നോ പണ്ട് എന്നെ മുട്ടിടിച്ചുകൊണ്ടിരുന്നത്? ഓഹ്, അൺബിലീവബിൾ! ആ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, എന്തൊരു പൂക്കിനെസ്സാ! ഇപ്പോൾ പ്രേതത്തിന് വരെ പൂക്കിനെസ് കയറിയെന്ന് തോന്നുന്നു. എന്തായാലും വലിയ പ്രേതത്തിൻ്റെ കുഞ്ഞുമായിരിക്കും. പക്ഷേ എന്തോ ഒരു വശപ്പശകില്ലേ? ഈ പ്രേതത്തിനെന്താ ഒരു ചിറകും അതേപോലെ ആ മാലാഖയുടെ റിങ്ങും ഒക്കെ തലയിലിരിക്കുന്നത്? ദൈവമേ, ഇനി എനിക്ക് ആൾ മാറിപ്പോയത് വല്ലതും ആണ്. നമ്മൾ പിന്നെ പിൻട്രസ്റ്റ് അമ്മയുടെ അഭയം തേടുന്ന കാരണം ഇതിൻ്റെ ഒന്ന് ABCD പോലും അറിയാതെ നമ്മളതങ്ങ് നേരെ കോപ്പി പേസ്റ്റ് ചെയ്തല്ലേ പടി. നമ്മുടെ പ്രേതത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. പ്രേതമല്ല, ഭൂതം, ഭൂം, അതാണ് എൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഒപ്പിച്ചെടുത്തത് ഒരു പോളറോയിഡാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സാധനമൊന്നും വലിയ പിടിയൊന്നുമില്ല. പക്ഷേ ഓരോ റെഫറൻസ് ഇമേജസ് എടുത്തിട്ടാണ് ഞാനതൊക്കെ വരയ്ക്കുന്നതും ചെയ്യുന്നതൊക്കെ. അപ്പം പോളറോയിഡ് കൊടുത്ത് ഞാനൊരു പിൻട്രസ്റ്റിൽ റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സെയിം പിക്ചറിലെ കോട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിത് കാണാൻ വഴിയുണ്ട്. കാരണം എനിക്ക് എപ്പോഴും ഈ വിൻറ്റേജ് ജേണലിൻ്റെ അല്ല വരുന്നത്, ഈ ഒരു ഇങ്ങനെ വരച്ചിട്ടുള്ള ജേണലിൻ്റെ വരുന്നത്. പിന്നെ സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കുന്നതിൻ്റെ പരിമിതിയും ഉള്ളത് കാരണം ഞാനിങ്ങനെ വരച്ചതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അതാണ് ഞാൻ ചെയ്യാറുള്ളത്. നമ്മുടെ ലൈക്കിൻ്റെ കമൻറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ടാർഗറ്റ് വെക്കാം. അപ്പം ടാർഗറ്റ് എന്ന് പറയുന്നത് 30 ലൈക്കിന് മുകളിൽ എനിക്ക് കിട്ടണം. സോ കിട്ടിയാൽ ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള ഒരു വിൻറ്റേജ് ജേണൽ നമുക്ക് ചെയ്യാം. അപ്പം ഇന്നൊക്കെ അത്രയേ ഉള്ളൂ. ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്